മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കുന്നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായ നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ പാപമോചനത്തിനായി പണിനീരനെ ആശീർവദിക്കണം. ഈ ജലത്തിൽ തന്നെ ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിരന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. മണ്ണിൽ നിന്ന് ആകത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെയും കാനും വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേ. പിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. മനുഷ്യരാൻ അന്തിമ ദിവസം ഉയർപ്പേകും. തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. ഭക്തന ഭക്തത പുണരുന്നു.
ക്ഷയമുള്ളോരക്ഷയനാകും മധ്യദേവം സകലേശം നികരാം നൂതനമാക്കുന്നു വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ലവരത്തുവരം പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയെ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ പ്രഭാതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവർക്കും കിടക്കയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ നിന്നും എഴുന്നള്ളി വരും. ഈശോയെ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേൽമേലെടുക്കപ്പെടും. നാം എന്നും കർത്താവിനായിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. വചനം കേൾക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ജീവിതത്തിന്റെ സുപ്രധാന ഭാഗമായിരുന്ന കുര്യച്ചൻ ചേട്ടൻ നമ്മിൽ നിന്ന് എന്നേക്കുമായി ആകസ്മികമായി വിട പറയുന്ന ഉദ്വേഗജനകമായ അതേസമയം തന്നെ സങ്കടം നിറഞ്ഞു നിൽക്കുന്ന നിമിഷങ്ങളാണിത്. നമ്മൾ എല്ലാവരും തന്നെ മരിക്കും എന്ന് കരുതുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ളൊരു കാര്യവും മരണം തന്നെയാണ്. എങ്കിലും അത് ആകസ്മികമായിട്ടാണ് വന്നു ചേരുന്നത് എന്ന് നമുക്കറിയാം. കുര്യച്ചനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആകസ്മികമായിരുന്നു മരണം എന്ന് നമുക്കറിയാം. വളരെ ആകസ്മികമായിരുന്നാലും വളരെ പ്രതീക്ഷിതമായിരുന്നാലും മരണം നമുക്ക് നിരാശ പകരുന്ന ഒന്നായിരിക്കണമെന്നില്ല. ചേട്ടൻ വേർപിരിയുമ്പോൾ നമ്മളൊക്കെ പലതരത്തില് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തില് ആ സഹോദരനിൽ നിന്ന് പലതും നേടിയിട്ടുള്ള നമുക്ക് വലിയ ഒരു നഷ്ടബോധം ഉണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു അംശം തന്നെ മുറിഞ്ഞില്ലാതായി തീരുന്ന ഒരനുഭവം പ്രത്യേകിച്ച് മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും അതുപോലെ ബന്ധപ്പെട്ടവർക്കുമൊക്കെ അനുഭവപ്പെടാതിരിക്കില്ല. പക്ഷെ നമ്മുടെ മരണത്തെ വളരെ പ്രത്യാശയോടുകൂടി നമുക്ക് സ്മരിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം എന്നുകൂടി ആ തിരുവചനങ്ങൾ നമ്മോട് പറയുകയുണ്ടായി. യേശു പറയുന്നതാണ്, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ മരിച്ചാലും അത് ശാരീരികമായ മരണം മാത്രമാണ്. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, നിത്യജീവനിലേക്ക് അവൻ പ്രവേശിച്ച് മരണം പ്രത്യാശ നൽകുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധ സാഹിത്യകാരന്മാരൊക്കെ പറയുക, നിത്യതയുടെ കവാടം തുറക്കുന്ന സുവർണ താക്കോലാണ് മരണം. ജീവിതത്തിലേക്കുള്ള കടന്നുപോകലാണ് ഈ മരണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ അത് നിത്യതയിലേക്കുള്ള, പ്രത്യേകിച്ച് ദൈവത്തോടൊത്തുള്ള സന്തോഷപൂർണമായ നിത്യതയുടെ, സമ്മാനത്തിൻ്റെ നിത്യതയുടെ ജീവിതമാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നും തിരുവചനങ്ങൾ നമ്മളെ അനുസരിക്കണമെന്നാണ് യേശു പറയുക. എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം യേശുവിനെ അയച്ച പിതാവായ ദൈവത്തെ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഒരാൾക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ശാരീരികമായ മരണം നിത്യമായ ആനന്ദപൂർണമായ ജീവിതത്തിലേക്കുള്ള കടന്നുപോകലായിട്ട് യാത്ര ചൊല്ലുമ്പോൾ ഈ സഹോദരന്റെ ജീവിതം നന്മയുടെ ജീവിതമായിരുന്നു.
ദൈവത്തിൽ വിശ്വസിക്കുന്ന ജീവിതമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂതാശകൾ കൊണ്ട് പരിപുഷ്ടമായിട്ടുള്ള ജീവിതമാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വലിയ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുവാനായിട്ട് അധ്വാനിച്ച് ജീവിച്ച, വേദനകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച വൈവാഹിക കടമകൾ, കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട്, വിജയിപ്പിക്കുവാനായിട്ട് ആത്മാർത്ഥതയോടെ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട്. ഇനി വളരെയേറെ നല്ല കാര്യങ്ങൾ. ഇതെല്ലാം വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചകങ്ങളായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ നന്മയുടേതായ ജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മാനുഷികമായ പരിമിതികൾ, ദൗർബല്യങ്ങൾ നമുക്കെന്നതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകും. ആ ദൗർബല്യങ്ങളുടെ പരിഹാരം, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആ അനന്തമായ നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും മുൻപിൽ നമ്മൾ ഓരോരുത്തരും നിർത്തപ്പെടും. മരണശേഷം നമ്മൾ നിർത്തപ്പെടുമ്പോൾ ജീവിതത്തിൽ അല്പാൽപ്പം കുറവുകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം പരിഹരിക്കപ്പെടേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ്, അല്ലെങ്കിൽ അതോടുകൂടിയാണ് ദൈവത്തോടൊത്തുള്ളതായ അനന്തമായ ആനന്ദത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുക. പക്ഷെ അങ്ങനെ തടസ്സങ്ങളായി നിൽക്കുന്ന കുറവുകൾ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിൽ നിന്ന് പലതരത്തിലുള്ളതായ നന്മകൾ സ്വീകരിച്ചിട്ടുള്ളവരായ നമുക്ക് സാധിക്കും എന്നാണ് കത്തോലിക്ക വിശ്വാസി. എല്ലാം ഈ സഹോദരനെ ഇനിയും നമുക്ക് സഹായിക്കുവാനായിട്ട് സാധിക്കും. ആ സഹോദരൻ്റെ നിത്യഭാഗ്യം ഏറ്റവും സുഗമമാക്കുവാനായിട്ട്, ഏറ്റവും സുപ്രസാധ്യമാക്കുവാനായിട്ട് നമുക്കങ്ങനെ സഹായിക്കുവാനായിട്ട് കഴിയും. നമുക്കങ്ങനെ സഹായിക്കുവാനുള്ളതായ പ്രതിജ്ഞ എടുക്കുക. ഈ സമയത്ത് തുടർന്ന് വരുന്നതായ തിരുക്കർമ്മങ്ങളിൽ ശ്രദ്ധാപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കഴിയുന്നതുപോലെ പരോപകാര പ്രവൃത്തികളും പരിത്യാഗ പ്രവൃത്തികളും അദ്ദേഹത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാം. ഈ സഹോദരൻ്റെ മക്കൾക്കും അതുപോലെ മറ്റ് അടുത്ത ബന്ധുമിത്രങ്ങൾക്കും എല്ലാം ഹൃദയപൂർവമായ സ്നേഹപൂർണമായ അനുശോചനം എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയും തുടർന്ന് പ്രാർത്ഥിക്കുവാനായി അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൃഷ്ടിക്കുകയും അതുല്യമായ പ്രവചനങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയിൽ അങ്ങോട്ട് പുറപ്പെടുന്ന ഈ ദാസന്റെ ആത്മാവിനെ നിത്യം നിന്നെ തുറന്നത് സുരക്ഷിതമായിത്തേക്കാൻ നിന്റെ പരിസ്ഥിതിമാരെ നിയോഗിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെ ആത്മാവിനെ പ്രവാസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യുന്നു നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സ്വയം മരിച്ചതിന്റെ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടങ്ങുകയും അവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ.
വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു, ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ,
ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ, ഒരു പാവം കനൽ മേഘം മിഴിവാർക്കും മഴയിലെ സൂര്യനായി അറിയുന്നുവോ മഞ്ഞിൻ നേർത്ത മൗനമേ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും പ്രിയ സന്ധ്യേ. കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം, ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ. ഒരു തൂവൽ ചില്ല് കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം, ഒരു വാക്കിൻ പൂർണ്ണചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നു. ഒരു മനസ്സിലെ മർമ്മരം തരാൻ തിരികെ നീ പോരുമോ. ഒരു മനസ്സിലെ മർമ്മരം തരാൻ തിരികെ നീ പോരുമോ. ഒരു യാത്രാ മൊഴിയോടെ വിടവാങ്ങും സന്ധ്യേ. ഒരു വേനൽ കാറ്റിലിന്നലെ വെറുതെ നാം വേർപിരിഞ്ഞു പോയി. ഒടുവിൽ നാം ഒന്നു ചേർന്നതീ തണുവോരും തീ തടാകത്തിൽ. ഒരു വേനൽ കാറ്റിലിന്നലെ വെറുതെ നാം വേർപിരിഞ്ഞു പോയി. ഒടുവിൽ നാം ഒന്നു ചേർന്നതീ തണുവോരും തീ തടാകത്തിൽ. ഇനിയൊരു ജലഭേരിയായി വരാൻ ഈ ജന്മം മാത്രം